തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. നിയമവിരുദ്ധ ഷാഹി മസ്ജിദ് സർവേയിൽ പ്രതിഷേധിച്ച 5 മുസ്ലിം ചെറുപ്പക്കാരെ UP പോലീസ് വെടിവെച്ചു കൊന്നതിനെതിരെ വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച ഷാഹി മസ്ജിദ് സംബൽ ജില്ലാ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്ര സ്മാരകമായി പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1991 ആരാധനാലയ നിയമപ്രകാരം നിലവിലുള്ള ആരാധനാലയങ്ങൾ അതേ സ്വഭാവത്തിൽ നിലനിർത്തണമെന്ന വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ ലംഘിക്കുക എന്നുള്ളത് കോടതി നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ നിയമത്തെ അവഗണിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭൽ കോടതിയാണ് ഷാഹി മസ്ജിദിൽ സർവേ നടത്താൻ അഡ്വക്കേറ്റ് കമ്മീഷണറിനെ ചുമതലപ്പെടുത്തിയത്. ഹർജിക്കാരുടെ വാദപ്രകാരം മസ്ജിദ് നിലനിന്ന സ്ഥലം മുമ്പ് ഹരിഹര ക്ഷേത്രമായിരുന്നുവെന്നാണ് അവകാശവാദം. ഹർജി സമർപ്പിച്ച് 3 മണിക്കൂറിനുള്ളിൽ കോടതി സർവേക്ക് അനുമതി നൽകിയതിൽ സംശയാസ്പദത ഉണ്ടെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ എല്ലാ നിയമ നടപടികളും ലംഘിച്ച് ഈ അനുമതി നൽകുകയും ഹർജിയിൽ എതിർഭാഗത്തെ വാദങ്ങൾ കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. നമുക്കറിയാവുന്ന പോലെ തന്നെ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം പള്ളികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘ് പരിവാർ അവരുടെ അജണ്ട നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. UPയിലെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജില്ലാ കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ സർവേ നടത്താൻ വരികയും ആ സർവേയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിറങ്ങിയ ചെറുപ്പക്കാർക്ക് നേരെ ഒരുവിധ പ്രകോപനവുമില്ലാതെ പോലീസ് വെടിവെക്കുകയും അതിൽ ഒരുപാട് 3 ചെറുപ്പക്കാർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സംഘ് പരിവാറിന്റെ വംശീയ അജണ്ടകൾക്ക് മുമ്പിൽ നമ്മുടെ ഭരണഘടനക്കോ അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ ഒന്നും യാതൊരു വിലയുമില്ല എന്നും ഭരണഘടനയെ ഏത് രൂപത്തിലും വ്യാഖ്യാനിച്ചുകൊണ്ട് സംഘ് പരിവാറിന്റെ അജണ്ടകളെ നടപ്പാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നത് അടിവരയിടുകയാണ് ഈ കോടതി വിധി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ് എന്തായിരുന്നോ സ്വതന്ത്രാനന്തരം എന്തായിരുന്നോ ഈ രാജ്യത്തെ ആരാധനാലയങ്ങളുടെ അവസ്ഥ, ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന ഈ പറയുന്ന അടിയുറച്ച ഈ ഒരു നിയമത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട് സംഘ് പരിവാർ അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണത്തിന്റെ ബലത്തിൽ അവിടെ സർവേ നടത്താൻ ഉത്തരവിടുകയും അങ്ങനെ തട്ടിക്കൂട്ടിയ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ എങ്ങനെയാണോ ഇത്തരം സർവേകൾ നടന്നത് അതുപോലെ തട്ടിക്കൂട്ടിയ സർവേ നടത്തിക്കൊണ്ട് പള്ളികൾ ഓരോന്നായി തകർത്ത് പിടിച്ചടക്കുക എന്ന സംഘ് പരിവാറിന്റെ വംശീയ അജണ്ടയുടെ പ്രഖ്യാപനമാണ് UPയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ ബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യം അതിന്റെ പാരമ്പര്യത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരുവിലിറങ്ങേണ്ട അവസാന സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു.
UP സർക്കാരിന്റെ സുപ്രീം കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ജനാധിപത്യപരമായി പ്രതിഷേധിച്ച 5 മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് വെടിവെച്ചു കൊന്നതിൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളും നേതാക്കൾ കൂടിയുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിക്ക് ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ, ആരിഫ് ചുണ്ടയിൽ, അഷ്റഫ് അലി കട്ടുപ്പാറ, ബാസിത്ത് താനൂർ, അത്തീഖ് ശാന്തപുരം, സലാം CH, മുഖീമുദ്ദീൻ CH, ജലീൽ കോഡൂർ, അജ്മൽ തോട്ടോളി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലപ്പുറം.